ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ മുത്തശ്ശി ലാവണ്യമായിട്ട് ഉടക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ലാവണ്യ മുത്തശ്ശിയുടെ മുറിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടാവും. അതൊന്നും മുത്തശ്ശിക്ക് പറ്റുന്നില്ല കേട്ടോ. എൻ്റെ മുറി ആരോട് ചോദിച്ചിട്ടാണ് നീ വൃത്തിയാക്കിയത്? അത്രയ്ക്ക് കയറാൻ പറ്റാത്ത വിധം വൃത്തികേടായി കിടക്കുകയായിരുന്നോ? എൻ്റെ മുറിയിൽ എൻ്റെ കയ്യെത്തും ദൂരത്ത് പല സാധനങ്ങളും ഞാൻ വെച്ചിട്ടുണ്ടാകും, എൻ്റെ മരുന്നടക്കം. അതൊക്കെ നീ അലങ്കോലമാക്കി എന്നൊക്കെ ഇങ്ങനെ ചീത്ത പറയുന്ന സമയത്ത് അഞ്ജലി അങ്ങോട്ടേക്ക് വരികയാണേ. എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ, അഞ്ജലി മോളെ, നീ ഇത് കേട്ടില്ലേ? പരിഷ്കാരികൾക്ക് കയറാൻ പറ്റാത്ത വിധം എൻ്റെ റൂം വൃത്തികേടായിട്ട് കിടക്കായിരുന്നു. അതൊക്കെ ഇവള് മാറ്റി അലങ്കോലമാക്കി എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശി, ഇതൊക്കെ ഞാൻ തന്നെ ശരിയാക്കി ആദ്യത്തെ പോലെ തന്നെ ആക്കി തരാം എന്ന് പറയണേ. അതൊന്നും വേണ്ട, അതൊന്നും നിന്റെ പണിയല്ല. എൻ്റെ മുറി ആരാണോ വൃത്തികേടാക്കിയത് അവർ തന്നെ ഇത് ഞാൻ പറയുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് തരണം എന്ന് പറയാനിട്ട് മുത്തശ്ശി. ആ സമയം നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ലാവണ്യ ഇങ്ങനെ വഴക്ക് പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതി പറയാണ്, മുത്തശ്ശി, ഇത് ലാവണ്യ മാഡത്തിൻ്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല, ഇത് ഞാൻ പറഞ്ഞിട്ട് ചെയ്തതാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ, എല്ലാം മുറിയൊന്ന് ചേഞ്ചായി ഇരിക്കട്ടെ എന്ന് കരുതി എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണ്യയെ രക്ഷിക്കുകയാണ് കേട്ടോ ശ്രുതി ചെയ്യുന്നത്. അപ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, ഓ ഗോഡ്, കാർട്ടൂൺ ബേബി തക്ക സമയത്ത് വന്നിട്ട് എന്നെ സേവ് ചെയ്തു എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും സത്യങ്ങൾ ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞല്ലോ, ഇനി എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് അവിടെ തന്നെ നിൽക്കാൻ പറയുകയാണേ. എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, നീ നല്ല കുട്ടിയാണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ചെയ്ത തെറ്റ് സ്വയം ഏൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് താക്കീത് കൊടുത്തിട്ടാണ് ശ്രുതിയെ വിടുന്നത്. അങ്ങനെ മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് ശ്രുതി ഇറങ്ങുന്ന നേരത്ത് ലാവണ്യ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ലാവണ്യ ചോദിക്കുന്നുണ്ട്, കാർട്ടൂൺ ബേബി നിന്നെ ഒരുപാട് ഫയർ ചെയ്തു മുത്തശ്ശി, എന്തായാലും ലാവണ്യ മാഡത്തിന് വഴക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ ശ്രുതി. എന്തിനാ നീ എന്നെ രക്ഷിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല, സോ സ്വീറ്റ് കാർട്ടൂൺ ബേബി എന്നൊക്കെ പറയണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മാഡം ചെയ്ത ഓരോ കാര്യത്തിൻ്റെയും പ്രശംസ എനിക്ക് കിട്ടാറുണ്ട്, അതുപോലെ തന്നെ മാഡം എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്താൽ അതിൻ്റെ വഴക്ക് എനിക്ക് കിട്ടിക്കോട്ടെ എന്ന് പറയാൻ കേട്ടോ. പിന്നെയും കാർട്ടൂൺ ബേബി എന്ന് വിളിക്കുമ്പോൾ സോറി ശ്രുതി എന്ന് പറയാൻ കേട്ടോ ലാവണ്യ. ഞാൻ ഇനി മുതൽ കാർട്ടൂൺ ബേബി എന്ന് വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക, അഥവാ വിളിച്ചാലും നീ ക്ഷമിക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നമ്മളിപ്പോൾ നല്ല കൂട്ടല്ലേ, അതുകൊണ്ട് കാർട്ടൂൺ ബേബി എന്ന് വിളിച്ചാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ. ആ സമയം ലാവണ്യയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പോൾ അവള് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോവാണേ. ഇതേ സമയം ശ്രുതിയുടെ അടുത്തേക്ക് അശ്വിൻ വരികയാണേ. ശ്രുതി പറയുന്നുണ്ട്, സാറിൻ്റെ കവിളിൽ എന്ന് പറയുമ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ സാറിൻ്റെ കവിളിൽ എന്ന് പറയണേ. അപ്പോൾ അശ്വിൻ ഇങ്ങനെ തട്ടണ സമയത്ത് ആ കവിളിലല്ല ഇപ്പുറത്തെ കവിളിലാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി നിൽക്കുന്ന നേരത്ത് ലാവണ്യ അങ്ങോട്ടേക്ക് വരികയാണേ. സാർ എന്താ ഇവിടെ നിൽക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ ഇത് എന്ന് പറഞ്ഞിട്ട് ലാവണ്യ അതൊക്കെ തട്ടി ഒഴിവാക്കുകയാണേ. ആ സമയം ശ്രുതി അവിടെ നിന്ന് പോകുമ്പോൾ അശ്വിൻ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ശ്രുതിനെ തന്നെ. അപ്പോൾ ലാവണ്യ ചോദിക്കുന്നുണ്ട്, സാർ നിനക്ക് എന്ത് പറ്റി, നീ എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിയും അശ്വിനെ നോക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് ശ്യാം അഞ്ജലിയെ ഫോൺ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ശ്യാം പറയുന്നുണ്ട്, നീ മാറ്റിയില്ലേ, നെക്ലേസൊക്കെ അണിഞ്ഞില്ലേ, അതൊന്നും മറന്നു പോകല്ലേ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഞാനത് എടുക്കാൻ മറന്നു, ഞാൻ ഒന്ന് നോക്കട്ടെ, ഇപ്പം തന്നെ ഇടാം, ഏട്ടനൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കിയെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ആ പെട്ടിയൊക്കെ തുറന്നു നോക്കുമ്പോൾ അതിലൊന്നും നെക്ലേസ് കാണില്ല. ആ സമയം ശ്യാമിനോട് പറയുന്നുണ്ട്, ഏട്ടാ ആ നെക്ലേസ് ഇവിടെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നീ നല്ലതുപോലെ നോക്ക്, അത് അവിടെ എവിടെയെങ്കിൽ നീ അത് ശരിക്കൊന്ന് നോക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് ശ്യാം വെക്കുകയാണ് കേട്ടോ ഫോൺ. എന്നിട്ട് അഞ്ജലി പോയിട്ട് എല്ലാവരോടും കാണുന്നില്ല എന്ന കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനോരമ പറയുന്നുണ്ട്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലേസാണ് അത് തന്നെ അടിച്ചു മാറ്റിയവരെ സമ്മതിക്കണം എന്നൊക്കെ പറയണേ. ഈ കാലം എത്ര സർവൻ്റ് ഇവിടെ വന്നു, ഇങ്ങനെ ഒരു അഗ്ലി കാര്യമൊന്നും ആരും ചെയ്തിട്ടില്ല, ആർക്കാ അതിനൊക്കെ ധൈര്യം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണേ. അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മ ഇവിടെ നടക്കുന്ന വല്ല കാര്യവും അറിയോ, അഞ്ജലി മോളുടെ നെക്ലേസ് കാണുന്നില്ല അമ്മ എന്ന് പറയണേ. അഞ്ജലിയോട് പറയുന്നുണ്ട്, നീ നിന്റെ മുറിയൊക്കെ അടിച്ചു പെറുക്കി നോക്കിയോ മോളെ എന്ന് ചോദിക്കുമ്പോൾ അതേ മുത്തശ്ശി അവിടെയൊന്നും കാണുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ മനോരമ പറയുന്നുണ്ട്, ഈ കുടുംബത്തിൽ ആരും അങ്ങനെ എടുക്കാറില്ല, അങ്ങനെ വന്നു പോകുന്നവരെടുത്താലായി എന്നൊക്കെ ശ്രുതിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാവണ്യക്ക് ഇത് കൊള്ളു കേട്ടോ, വന്ന് കയറിയവർ എന്ന് പറയുന്നത്
അതെന്താ ആൻറ്റി എന്നെയാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മോളെ ഞാൻ അങ്ങനെ കരുതുമോ? മോൾ ഇവിടെ വന്ന് കയറിയവളാണോ? ഈ കുടുംബത്തിലെ ആൾ തന്നെയല്ലേ? അല്ലാതെ തന്നെ ഇവിടെ വന്നു കയറിയവരുണ്ടല്ലോ എന്ന് പറയണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്നെയാണോ ആൻറ്റി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞോ? ഇവിടെ രാമേട്ടനും ഉണ്ടല്ലോ, അയാൾ പിന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. പിന്നെ ഉള്ളത് കിറസാരിക്കാരി തന്നെയാണെന്ന് പറയാം കേട്ടോ. എന്തായാലും ബാഗൊന്ന് എനിക്ക് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ ശ്രുതി ആ ബാഗ് എടുത്തിട്ട് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.